ഒരൊറ്റ സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം, നിങ്ങളുടെ പോക്കറ്റിലെ കറൻസി നോട്ടുകൾ, ഇവിടെയെല്ലാം മൂല്യം തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറും ഒരു കടലാസ കഷ്ണമായി മാറുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയോ? ലോകം ഇന്ന് അത്തരത്തിൽ വൻ സാമ്പത്തിക ദുരന്തത്തിന്റെ വക്കിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഇന്ന് 35 ട്രില്യൺ ഡോളറിന്റെ കടക്കെണിയിലാണ്. 35 ട്രില്യൺ എന്ന് പറയുമ്പോൾ അതിലെ എത്ര പൂജ്യമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? 35ന് ശേഷം 12 പൂജ്യമാണ്. ഇത്രയും വലിയൊരു സംഖ്യ പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും ലോകം ഭരിക്കുന്നത്? ഇതിന് പിന്നിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു ചതിയുണ്ട്. ആ ചതിയുടെ പേരാണ് പെട്രോ ഡോളർ. സദ്ദാം ഹുസൈന്റെ ദാരുണമായ അന്ത്യവും മുഅമ്മർ ഗദ്ദാഫിയുടെ ക്രൂരമായ കൊലപാതകവും എല്ലാം ഈ ഒരൊറ്റ വാക്കിനെ ചുറ്റിപ്പറ്റിയാണുള്ളത്. എന്നാൽ ഇന്ന് കാലം മാറി. നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയുടെ കീഴിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന് ഈ പെട്രോ ഡോളർ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കി കഴിഞ്ഞു. അമേരിക്കയുടെ അന്ത്യം കുറിക്കാൻ പോകുന്ന ആ സാമ്പത്തിക യുദ്ധത്തിന്റെ ഞെട്ടിക്കുന്ന കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇത് വെറും ഒരു ചരിത്രമല്ല, നവഭാരതം ലോകത്തെ നയിക്കാൻ പോകുന്ന ആവേശകരമായ യാഥാർത്ഥ്യമാണ്. നമുക്കിതിന്റെ വേരുകൾ തേടി 1944 പോകാം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാറായ ഘട്ടം. ലോകത്തെ വൻ ശക്തികളെല്ലാം യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. യൂറോപ്പിലെ സമ്പദ് വ്യവസ്ഥകൾ തകർന്നു. ബ്രിട്ടീഷ് പൗണ്ടിന്റെ ആധിപത്യം അവസാനിച്ചു. ആ സമയത്ത് സുരക്ഷിതമായിരുന്ന ഒരേയൊരു രാജ്യം അമേരിക്കയായിരുന്നു. ലോകത്തെ സാമ്പത്തിക ക്രമം പുനഃസ്ഥാപിക്കാൻ 44 രാജ്യങ്ങൾ ചേർന്ന് അമേരിക്കയിലെ ബ്രിട്ടൻ വുഡ്സിൽ ഒത്തുകൂടി. അവിടെ വെച്ച് അമേരിക്ക ഒരു വലിയ ഓഫർ മുന്നോട്ട് വയ്ക്കുകയാണ്. ലോകത്തെ എല്ലാ കറൻസികളെയും ഡോളറുമായി ബന്ധിപ്പിക്കുക. പകരം അമേരിക്ക ഡോളറിനെ സ്വർണവുമായി ബന്ധിപ്പിക്കും. അതായത് $35 അമേരിക്കയ്ക്ക് നൽകിയ പകരം 1 ഔൺസ് സ്വർണം അവർക്ക് നൽകും. ഈ ഗ്യാരണ്ടി ലോക രാജ്യങ്ങൾ വിശ്വസിച്ചു. അവർ തങ്ങളുടെ സ്വർണം അമേരിക്കയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. പകരം ഡോളർ കരുതൽ ശേഖരമായി വെച്ചു. അങ്ങനെ ലോക വ്യാപാരത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഡോളർ മാറി. ഡോളർ ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും സ്വർണം വാങ്ങാമെന്ന ഉറപ്പിലാണ് ലോകം മുന്നോട്ട് പോയത്. എന്നാൽ 1960കളിൽ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു. അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധച്ചെലവ് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അമേരിക്കൻ സർക്കാർ രഹസ്യമായി വൻതോതിൽ ഡോളർ അച്ചടിക്കാൻ തുടങ്ങി. പക്ഷെ അവർ അച്ചടിക്കുന്ന ഡോളറിന് ആനുപാതികമായി സ്വർണം അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഈ കള്ളക്കളി ആദ്യം തിരിച്ചറിഞ്ഞത് ഫ്രാൻസ് ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ചാൾസ് ഡി ഗല്ലെ തന്റെ കപ്പലുകളിൽ ഡോളർ നിറച്ച് അമേരിക്കയിലേക്ക് അയച്ചു. പകരം സ്വർണം തിരികെ ആവശ്യപ്പെട്ടു. പിന്നാലെ മറ്റ് രാജ്യങ്ങളും സ്വർണം ചോദിച്ചു തുടങ്ങിയതോടെ അമേരിക്കൻ ഖജനാവ് കാലിയാവാൻ തുടങ്ങി. തങ്ങളുടെ കയ്യിൽ സ്വർണമില്ലെന്ന് ലോകം അറിഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യം അന്നേ തകരുമായിരുന്നു. അവിടെയാണ് 1971 ഓഗസ്റ്റ് 15-ന് അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ലോകത്തെ ഞെട്ടിച്ച ആ പ്രഖ്യാപനം നടത്തിയത്. ഇനി മുതൽ ഡോളർ നൽകിയാൽ സ്വർണം നൽകില്ല. ബ്രെട്ടൻ വുഡ്സ് കരാർ അമേരിക്ക ഏകപക്ഷീയമായി ലംഘിച്ചു. ലോകരാജ്യങ്ങൾ സ്വർണത്തിന് തുല്യമായി കരുതിയിരുന്ന ഡോളർ ഒറ്റ രാത്രി കൊണ്ട് വെറും കടലാസ് കഷ്ണായി മാറി. ഇതിനെയാണ് സാമ്പത്തിക ചരിത്രത്തിൽ നിക്സൺ ഷോക്ക് എന്ന് വിളിക്കുന്നത്. സ്വർണത്തിന്റെ പിൻബലമില്ലാത്ത വെറും കടലാസ് കറൻസിയായി ഡോളർ മാറി. നിക്സൺ ഷോക്കിന് ശേഷം തകർന്ന ഡോളറിനെ രക്ഷിക്കാൻ അമേരിക്കൻ ബുദ്ധികേന്ദ്രമായ ഹെൻറി കിസിഞ്ചർ ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. സ്വർണത്തിന് പകരം ലോകത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള മറ്റൊരു വസ്തുവിനെ ഡോളറുമായി ബന്ധിപ്പിക്കുക. അത് ക്രൂഡ് ഓയിൽ ആയിരുന്നു. 1974 അമേരിക്കൻ ട്രഷറി സെക്രട്ടറി വില്യം സൈമൺ സൗദി അറേബ്യയിലെത്തി ഒരു രഹസ്യ കരാർ ഒപ്പിട്ടു. ആ കരാറിലെ വ്യവസ്ഥകൾ ലോകത്തെ അടിമപ്പെടുത്തുന്നതായിരുന്നു. സൗദി അറേബ്യ അവരുടെ എണ്ണ വിൽക്കുമ്പോൾ ഡോളറിൽ മാത്രമേ പണം സ്വീകരിക്കാവൂ. സൗദിക്ക് ലഭിക്കുന്ന ലാഭം തിരികെ അമേരിക്കൻ ബാങ്കുകളിൽ നിക്ഷേപിക്കണം. പകരം സൗദി രാജകുടുംബത്തിന് ആവശ്യമായ ആയുധങ്ങളും സൈനിക സുരക്ഷയും അമേരിക്ക നൽകും. സൗദി ഇത് അംഗീകരിച്ചതോടെ ഒപെക് രാജ്യങ്ങളും ഇത് പിന്തുടരാനായി നിർബന്ധിതരായി. ഇതോടെ ലോകത്തിലെ ഏത് രാജ്യത്തിനും എണ്ണ വേണമെങ്കിൽ അവരുടെ കയ്യിൽ ഡോളർ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന അവസ്ഥ വന്നു. ലോകത്തിന്റെ ഊർജ ആവശ്യങ്ങളെ അമേരിക്ക തങ്ങളുടെ കറൻസിയുമായി ചങ്ങലക്കിട്ടു എന്ന് തന്നെ പറയാം. ഇതിനെയാണ് നമ്മൾ പെട്രോ ഡോളർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ പെട്രോ ഡോളർ സിസ്റ്റം നിലനിർത്താൻ അമേരിക്ക എന്തും ചെയ്യുമായിരുന്നു. ഏതെങ്കിലും രാജ്യം ഡോളറിനെ ഒഴിവാക്കി എണ്ണ വ്യാപാരം നടത്താൻ ശ്രമിച്ചാൽ അമേരിക്ക അവരെ സൈനികമായി തകർത്തു. സദ്ദാം ഹുസൈൻ 2000-ൽ തന്റെ എണ്ണ യൂറോയിൽ വിൽക്കാനായി തീരുമാനിച്ചു. അധികം വൈകാതെ തന്നെ ഇറാഖിൽ നശീകരണ ആയുധങ്ങൾ ഉണ്ടെന്ന കള്ളം പറഞ്ഞ് അമേരിക്ക അവിടെ അധിനിവേശം നടത്തി. സദ്ദാമിനെ തൂക്കിലേറ്റി. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഗോൾഡ് ദിനാർ എന്ന സ്വർണാധിഷ്ഠിത കറൻസി കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു ഗദ്ദാഫി ചെയ്ത തെറ്റ്. അമേരിക്കയുടെ ബോംബുകൾ വീണത് ജനാധിപത്യം കൊണ്ടുവരാനായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ കടലാസ് കറൻസിയായ ഡോളറിന്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയായിരുന്നു. അമേരിക്കയുടെ ഈ സാമ്പത്തിക ഏകാധിപത്യത്തിന് മുന്നിൽ ലോകം വിറച്ചു നിന്നപ്പോ അതിനെതിരെ ധീരമായ നിലപാടുകൾ സ്വീകരിച്ചത്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഭാരതം മാത്രമാണ്. 2014 ശേഷം ഇന്ത്യയുടെ വിദേശ നയത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. നമ്മൾ വെറുമൊരു അനുഗാമിയല്ല, മറിച്ച് ലോകത്തെ നയിക്കുന്ന ശക്തിയാണെന്ന് ഇന്ത്യ തെളിയിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. റഷ്യയെ ഡോളർ വിനിമയ സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്നും പുറത്താക്കി. റഷ്യയുടെ വിദേശ നിക്ഷേപങ്ങൾ അമേരിക്ക പിടിച്ചെടുത്തു. ഇത് കണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെട്ടു. ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് വരുന്നത്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് നിരക്കിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇത് നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം കുറയ്ക്കാനായി സഹായിച്ചു. അത് മാത്രമല്ല, എണ്ണ കച്ചവടം ഡോളറിന് പകരം രൂപയിൽ നടത്താനുള്ള നീക്കങ്ങൾക്കും ഇന്ത്യ തുടക്കമിട്ടു. ഇന്ന് 18ലധികം രാജ്യങ്ങൾ ഇന്ത്യയുമായി രൂപയിൽ വ്യാപാരം നടത്താനായി സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. UAE-യുമായി ഇന്ത്യ രൂപയിൽ എണ്ണ കച്ചവടം ആരംഭിച്ചു. സിംഗപ്പൂർ മുതൽ ഫ്രാൻസ് വരെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ UPI സംവിധാനം എത്തിക്കഴിഞ്ഞു. മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആത്മനിർഭർ ഭാരത് എന്ന ആശയം ഡോളർ സാമ്രാജ്യത്തിൽ നിന്നുള്ള ഭാരതത്തിന്റെ സാമ്പത്തിക മോചനമാണ്. ഇന്ന് ലോകം ഡോളറൈസേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്കയെ താങ്ങി നിർത്തിയ തൂണുകൾ ഓരോന്നോരോന്നായി തകരുകയാണ്. 50 വർഷം നീണ്ട കരാറിന് ശേഷം ചൈന ഇപ്പോൾ യുവാനിലും ഇന്ത്യയുമായി രൂപയിലും എണ്ണ കച്ചവടം നടത്താൻ തയ്യാറായി കഴിഞ്ഞു. ഇത് അമേരിക്കയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രഹരമാണ്. എണ്ണയ്ക്ക് ഡോളർ നിർബന്ധമല്ല എന്ന അവസ്ഥ വന്നാൽ ലോകരാജ്യങ്ങൾ ഡോളർ ശേഖരിക്കുന്നത് നിർത്തും. ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ബ്രിക്സ് സഖ്യം ഇന്ന് G7 രാജ്യങ്ങളെക്കാൾ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. ഇവർ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തീരുമാനിച്ചു. അമേരിക്ക തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഡോളറിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ഉപരോധങ്ങൾ ഏർപ്പെടുത്തി രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു. ഇത് കണ്ട് ലോകരാജ്യങ്ങൾ തങ്ങളുടെ നിക്ഷേപം ഡോളറിൽ നിന്നും മാറ്റി സ്വർണത്തിലേക്ക് മാറ്റാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ റിസർവ് ബാങ്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. പെട്രോ ഡോളർ നൽകിയ അമിത വിശ്വാസത്തിൽ അമേരിക്ക തങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം അവഗണിച്ചു. അവർക്ക് എന്ത് വേണമെങ്കിലും പണം അച്ചടിച്ച് വാങ്ങാമായിരുന്നു. എന്നാൽ ഇന്ന് ആ കടം 35 ട്രില്യൺ ഡോളറായി വളർന്നു കഴിഞ്ഞു. ഓരോ 100 ദിവസത്തിലും അമേരിക്ക ഏകദേശം $1 ട്രില്യൺ വീതം പുതിയ കടം എടുക്കുന്നുണ്ട്. ഈ കടത്തിന്റെ പലിശ അടയ്ക്കാൻ മാത്രം ഇന്ന് അമേരിക്കൻ പ്രതിരോധ ബജറ്റിനേക്കാൾ വലിയ തുക അവർക്ക് ചെലവാകുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഡോളർ ഉപേക്ഷിക്കുമ്പോൾ വിദേശത്തുള്ള ഡോളറുകളെല്ലാം അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചൊഴുകും. ഇത് അമേരിക്കയിൽ നിയന്ത്രിക്കാനാവാത്ത പണപ്പെരുപ്പത്തിന് കാരണമാകും. അന്ന് ഡോളർ എന്നത് വെറും കടലാസ് കഷ്ണമായി മാറും. ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ റെയർ എർത്ത് ലോഹങ്ങളുടെ 90% ചൈനയുടെ കൈവശത്താണ്. ചൈന ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ഹാർഡ്വെയർ നിർമ്മിക്കാൻ പിന്നെ കഴിയില്ല. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ വിപണിയാണ്. അമേരിക്കൻ കമ്പനികൾക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ വിപണി ആവശ്യമാണ്. ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: ഒരു സാമ്രാജ്യവും ശാശ്വതമല്ല. റോമൻ സാമ്രാജ്യത്തിന്റെയും ബ്രിട്ടീഷ് പൗണ്ടും എല്ലാം തകർന്നതുപോലെ ഡോളറിന്റെ തകർച്ചയും അനിവാര്യമാണ്. എന്നാൽ ഈ മാറ്റം ലോകത്തെ തകർക്കാതിരിക്കാൻ ഭാരതം സജ്ജമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം ലോകത്തിന്റെ സാമ്പത്തിക രക്ഷകനായി മാറുന്നു. മൾട്ടി പോളാർ വേൾഡ് അല്ലെങ്കിൽ ബഹുധ്രുവ ലോകം എന്ന ആശയത്തിലേക്ക് ലോകം മാറുന്നു. അവിടെ അമേരിക്ക എന്ന ഏകഛത്രാധിപതിക്ക് പകരം ഇന്ത്യയും ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന തുല്യ ശക്തികളുടെ ഒരു കൂട്ടായ്മയായിരിക്കും ലോകം ഭരിക്കുക. ഈ പുതിയ ലോകക്രമത്തിൽ ഭാരതം ഒരു വിശ്വഗുരുവായി മാറും. നമ്മുടെ രൂപ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുമ്പോൾ ഡോളറിന്റെ മൂല്യത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ല. ലോകം ഇത്രയും വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ സാധാരണക്കാരായി നമ്മൾ എന്ത് ചെയ്യണം? വിവരങ്ങൾ ശരിയായി മനസ്സിലാക്കുക, ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ രൂപയുടെ കരുത്താണ് വർദ്ധിക്കുന്നത്. അത് ഡോളറിന്റെ ആധിപത്യം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ചരിത്രബോധമില്ലാത്ത ആളുകൾക്ക് ഡോളർ ഇപ്പോഴും ദൈവമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഡോളർ ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ കാണപ്പെട്ട എല്ലാം. പക്ഷേ പ്രായോഗിക ലോകത്ത് ഡോളർ എന്നത് അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ ഒരു അടയാളമാണ്. ഭാരതത്തിന്റെ ഈ പുതിയ മുന്നേറ്റം ലോകത്തിന് സമാധാനവും സാമ്പത്തിക സ്ഥിരതയും നൽകും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തെ നയിക്കുന്ന ആ സുവർണ കാലഘട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.